ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. അഖിലേഷേട്ടൻ്റെ കയ്യിൽ നിന്നും ശ്രീയേട്ടൻ അവളെ ഏറ്റുവാങ്ങിയ നിമിഷം, ആ നിമിഷം താൻ അവളുടെ അമ്മയാണെന്ന് പോലും അറിയാതെ ചിന്തിച്ചുപോയി. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ആ പൊന്നിനെ സ്നേഹിക്കാനും ഓമനിക്കാനും തൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയായിരുന്നു. അവളെ ഓർത്ത്, അവളുടെ കളിച്ചിരികളെ ഓർത്ത് മാത്രമാണ് തൻ്റെ ഓരോ ദിനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. എന്താണ് ഇത്രമാത്രം ആലോചിക്കാൻ? മിഴികൾ തുറന്ന് ചിന്തയോടെ തൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചിരിക്കുന്ന ദയയോടായി ശ്രീറാം ചോദിച്ചു. ഒന്നുമില്ല. അവൾ അലസമായി മറുപടി നൽകി ശ്രീറാമിൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. തുടർന്നൊരു സംഭാഷണത്തിന് തനിക്കൊട്ടും താല്പര്യമില്ലെന്ന് ആ പ്രവൃത്തിയിലൂടെ പറയാതെ പറഞ്ഞു. ശ്രീറാമിനത് മനസ്സിലായി. അവൻ ദയയെ ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് അടക്കി മുറുകെ പുണർന്നു. അവൻ്റെ നീണ്ട വിരലുകൾ പ്രേമത്തോടെ അവളുടെ കറുത്ത തലമുടിയിലൂടെ ചലിച്ചു. ഇടയ്ക്കവ തിങ്ങി നിറഞ്ഞ മുടികൾക്കിടയിലൂടെ അവളുടെ തലയൊട്ടിയിലേക്ക് മൂളിയിട്ടിറങ്ങി. നേരം കടന്നിട്ടും നിധിമോളെക്കുറിച്ചുള്ള ദയയുടെ ചിന്തകൾ അവസാനിച്ചില്ല. അവളെ തനിക്ക് സ്വന്തമായി വേണമെന്ന് അവളുടെ ഹൃദയം ശാഠ്യം പിടിച്ചു. പിന്നീടുള്ള 1 മണിക്കൂർ അവൾ അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നു. നിധിമോളെ കൂടെ കൂട്ടിയാലുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഭവിഷ്യത്തുകളെക്കുറിച്ചും അവൾ തല പുകഞ്ഞാലോചിച്ചു. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി. മിഴി മൂടിയ ഇരുട്ടിലും ആ കുരുന്നിൻ്റെ പാൽപുഞ്ചിരി അവളെ സന്തോഷിപ്പിച്ചു. എന്നും തുരുതുരെ ചുംബിക്കുന്ന അവളുടെ വെളുത്ത ചുവന്ന കുഞ്ഞു കൈത്തണ്ടയും വിരലുകളും കാൽപാദങ്ങളും മിഴിവുള്ള ചിത്രങ്ങളായി അവളിൽ വാത്സല്യം നിറച്ചു. ഉച്ചയൂണും വൈകുന്നേരത്തെ ചൂട് ചായയും അവർ പുറത്തുനിന്ന് കഴിച്ചു. അവ ഓരോന്നും ദയയ്ക്ക് വളരെ പുതുമയുള്ള അനുഭവങ്ങളായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ആഡംബര സൗധം അവളെ അതിശയപ്പെടുത്തി. വിളമ്പിയ വിഭവങ്ങളെ കൗതുകത്തോടെ നോക്കി. ഗോപികയും കൈലാസും ശരണും ചേർന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ച ഭക്ഷണങ്ങൾ നാവിൽ പുതുരുചി ഉണർത്തി. അവർക്കൊപ്പം ഓരോ നിമിഷം ആസ്വദിക്കുമ്പോഴും നിധി അവളിൽ വലിയൊരു നോവായി തങ്ങി നിൽപ്പുണ്ടായിരുന്നു. തറവാട്ടിലെത്തിയപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ദയയെയും ഗോപുവിനെയും ശ്രീറാമും കൈലാസും ചേർന്ന് ഉണർത്താതെ ഇരുമുറികളിലാക്കി. ദയയും ശ്രീറാമും ഒരു മുറിയിലും തൊട്ടടുത്ത മുറിയിൽ കൈലാസും ഗോപികയും ശരണും ചേർന്ന് ആ രാത്രി നിദ്ര പോകി. ദയ ഉറക്കമെഴുന്നേറ്റപ്പോൾ അരികിൽ ആരെയും കണ്ടില്ല. മന്ദിപ്പോടെ കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കിയപ്പോൾ അവൾക്ക് ബോധം നഷ്ടപ്പെടുമാറ് ഭയം തോന്നി. സിദ്ധേട്ടൻ്റെ മുറി വീണ്ടും താൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പറിച്ചു നട്ടുവോ? തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം ഹൃദയത്തെ കുളിരണിയിക്കുന്ന സുന്ദര സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു. ഭ്രാന്തെടുത്തതുപോലെ മെത്തയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റവൾ പുറത്തേക്ക് പാഞ്ഞു. കോണിപ്പടികൾ ഓടിയിറങ്ങി ഇരുട്ടുപടർന്ന് ഇടനാഴിയിലേക്ക് പ്രവേശിച്ച നിമിഷം കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ അവൾ അവിടെ സ്തംഭിച്ചു നിന്നുപോയി. നേത്രഗോളങ്ങൾ ഭയചകിതയായി വലതുവശത്തെ മുറിയിലേക്ക് നീണ്ടു. കുത്തിയൊലിക്കുന്ന മഴയുടെ ഇരമ്പലും പാദസ്വരക്കിലുക്കവും ഏതോ മനുഷ്യമൃഗത്തിൻ്റെ അട്ടഹാസവും അലറിക്കരച്ചിലും ഒരുപോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. കോണിക്കൂടിനടിയിലുള്ള ഒഴിഞ്ഞിടത്തിൽ നിന്നും കറുകറുത്ത രോമങ്ങൾ നിറഞ്ഞ വണ്ണമേറിയ ഒരു കൈ നീണ്ടുവരുന്നത് പോലെ തോന്നിയ നിമിഷം അവൾ കിതപ്പോടെ മുന്നോട്ട് ചലിച്ചു. പിന്തിരിഞ്ഞു നോക്കി അടുക്കള വാതിൽക്കലെത്തിയ മാത്ര എതിരെ വന്ന ശ്രീറാമുമായി ദയ കൂട്ടിയിടിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ ശ്രീറാം പിന്നോക്കം മറിഞ്ഞു. അവനൊപ്പം അവളും. എന്താണിത് ദുർഗ? ഒരു കൈയാൽ തലയുടെ പിൻവശം ഒഴിഞ്ഞ് മറുകൈയാൽ ദയയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അല്പം കടുപ്പമായി തന്നെ ചോദ്യം ചെയ്തു ശ്രീറാം. എന്നാൽ ദയ അത് ശ്രദ്ധിച്ചില്ല. പകരം ബുദ്ധി മന്ദിച്ചവളെ പോലെ അവനെ നോക്കി നിറകണ്ണുകളോടെ വെറുതെ ചിരിച്ചു. പിന്നീട് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ പുണർന്നു. ഹൃദയം നിലച്ചപ്പോൾ ഒരു മാത്ര തറഞ്ഞു നിന്നു ശ്രീറാം. ഞാൻ പേടിച്ചു പോയി. ഞാൻ തനിച്ചായിരുന്നു. അവസാന വാക്കുകൾ വളരെ നേർത്ത് നിശബ്ദമായി. ശ്വാസം മാത്രം പുറത്തേക്ക് പ്രവഹിച്ചു. ദുർഗ, സങ്കടപ്പെടരുത്. ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞതൊക്കെ താൻ മറന്നുപോയോ? ശ്രീറാം കനിവോടെ അവളുടെ തലമുടിയെ തഴുകി മൂർധാവിൽ സ്നേഹപൂർവ്വം ചുംബിച്ചു. നമുക്കിവിടെ വേണ്ട, പോകാം. വേറെ എവിടെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? പഴയതുപോലെ ദയ തീർത്തും ഒരു ഭീരുവായി മാറി. ശബ്ദം ദുർബലമായി. പറ്റില്ല. ഇനിയുള്ള 2 ആഴ്ച നമ്മളിവിടെ തന്നെ ഉണ്ടാകും. ശ്രീറാം അറുത്തു മുറിച്ച് പറഞ്ഞപ്പോൾ ദയയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. അതവൻ്റെ ഇടനെഞ്ചിലേക്ക് കുത്തിയിറങ്ങി. എന്നും ഇതുപോലെ തുടർന്നാൽ മതിയോ ദുർഗ?
ഭയമില്ലാതെ, മാനസിക സമ്മർദ്ദമില്ലാതെ ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണ്ടേ നമുക്ക്? കൂടെ ഞാനില്ലേ? എന്നെ വിശ്വാസമില്ലേ തനിക്ക്? ശ്രീറാം അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവൻ്റെ പൗരുഷമാർന്ന സ്വരം ആർദ്രതയുള്ളതായി. എന്നേക്കാൾ. ദയയുടെ ശബ്ദമുറച്ചു. ശ്രീറാം നിറഞ്ഞ ചിരിയോടെ അവളുടെ ഇടത് കവിളിൽ ചുംബിച്ചു. വലത് കൈയുടെ തള്ളവിരലാൽ അവളുടെ നീണ്ട കഴുത്തിനൊരു വശത്ത് അനുരാഗത്തോടെ തഴുകി. ദയ ഇക്കിളിയെടുത്ത് കുലുങ്ങി ചിരിച്ചു. ശ്രീറാമിനെ അത് രസിപ്പിച്ചു. ദുർഗയുടെ നിറഞ്ഞ ചിരി, അതായിരുന്നു അവൻ്റെ സന്തോഷം, അവൻ്റെ ലോകം. തൻ്റെ പ്രണയത്തിലും പ്രണയിനിയിലും അടിമപ്പെട്ട് പോയൊരു മനുഷ്യനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അവൻ്റെ ചേഷ്ടകൾ. ദയയെ ചുറ്റിപ്പിടിച്ചെടുത്തുയർത്തി ഇഷ്ടിക പാകിയ റാക്കിലേക്കിരുത്തി ശ്രീറാം വീണ്ടും അവളിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. വളരെ നേർമയിൽ അവൻ്റെ മീശരോമങ്ങൾ ആ തുടുത്ത കവിളിലൂടൊരച്ച് പിന്നെയും പിന്നെയും അവളെ കുട്ടുകുട്ടി ചിരിപ്പിച്ചു. അല്പം മുമ്പേ കാണിച്ച വിഭ്രാന്തികളെ വിസ്മരിച്ച് ദയ അവൻ്റെ അതരങ്ങളുടെ ചൂടിൽ സ്വയം മറന്നു. സ്പർശനങ്ങളിൽ തളരിതയായി. ഇരുവരിലും പ്രണയമല തല്ലി. ഉപാധികളില്ലാത്ത നിസ്വാർത്ഥമായ പ്രണയം. ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു വീണു. ദയയുടെ പരീക്ഷകൾ ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങിയ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും അവൾ ഒരു കുഞ്ഞിൻ്റെ ആവേശത്തോടെ സന്തോഷത്തോടെ പ്രവേശിച്ചു. അവളെ സ്കൂളിലെത്തിക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും കൈലാസായിരുന്നു. ചില ദിവസങ്ങളിൽ ഗോപികയും അവർക്കൊപ്പം കൂടും. തന്നെക്കൊണ്ടാകും വിധം ഓരോ പരീക്ഷകളിലും മികവ് പുലർത്താൻ ദയ ശ്രമിച്ചിരുന്നു. ശക്തമായ പിന്തുണയുമായി ശ്രീറാമും അവൾക്കൊപ്പമുണ്ടായി. അവസാന പരീക്ഷയും കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറപ്പടിയിൽ ശ്രീറാമിനൊപ്പം അവൾ സിദ്ധാർത്ഥിനെ കണ്ടു. അപ്രതീക്ഷിതമായ ആ കാഴ്ചയിൽ ദയ നടുങ്ങിപ്പോയി. കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചൂന്തി. ഇനി ഈ ജന്മം കാണില്ലെന്ന് കരുതിയ വ്യക്തി, അയാളുടെ അച്ഛനെ കൊന്നതിൻ്റെയും കുടുംബം തകർത്തതിൻ്റെയും തീരാപ്പക നിശ്ചയമായും അയാൾക്ക് തന്നോടുണ്ടാകും. ദയയുടെ ഉടൽ ഒന്നാകെ വിറച്ചു. സിദ്ധാർത്ഥിൽ നിന്നും രക്ഷ നേടാൻ മിഴികൾ പരിഭ്രാന്തമായി 4 ഭാഗത്തേക്കും ധൃതിയിൽ സഞ്ചരിച്ചു. ഇറങ്ങുതെച്ചു. ദയയുടെ മുഖഭാവങ്ങളെ വീക്ഷിച്ച് കൈലാസ് സൗമ്യമായി പറഞ്ഞു. മറുപടിയായി അവൾ ഇല്ലെന്ന് തലയനക്കി. അവൻ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും അവൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഒടുക്കം ഗത്യന്തരമില്ലാതെ കൈലാസ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ശ്രീറാമിനോട് കാര്യം അവതരിപ്പിച്ചു. അയാൾ തന്നെ കാണാനാണ് ദുർഗ വന്നിരിക്കുന്നത്. ദയ ഇരിക്കുന്ന വശത്തെ ഡോറ് തുറന്നു പിടിച്ച് ശ്രീറാം പറഞ്ഞു. എന്തിനാ? ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ സിദ്ധാർത്ഥിനെ വലയം ചെയ്തു. അയാൾ കാറിലേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കാണെ ദയയിൽ ഭയമേറി. തന്നോട് സംസാരിക്കാൻ. വാ. ഞാനില്ല, എനിക്ക് പേടിയാ. അങ്ങനെയൊന്നും അല്ല ദുർഗ, കമോൺ. താൻ അയാളെ ഫേസ് ചെയ്തേ പറ്റൂ, വാ. ശ്രീറാം അവളെ നിർബന്ധിച്ച് പുറത്തിറക്കി. പതിയെ സിദ്ധാർത്ഥ് ദയക്കരികിലേക്ക് ചുവടുകൾ വെച്ച് തുടങ്ങിയപ്പോൾ ഭയത്തിൻ്റെ മുൾമുനയിൽ നിന്നവൾ അവനെ വീക്ഷിച്ചു. ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം. ആളൊന്നും മെലിഞ്ഞിട്ടുണ്ട്. അലക്ഷ്യമായി വളർന്നിരിക്കുന്ന താടിയും മുടിയും. മുമ്പുണ്ടായിരുന്ന തേജസ്സോ ഉശിരോ ആ മുഖത്തിപ്പോഴില്ലെന്ന് അവൾക്ക് തോന്നി. നീ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാനായിട്ടാണ് ഞാൻ, ഉപദ്രവിക്കാനൊന്നുമല്ല. ശ്രീറാമിൻ്റെ മറവിലേക്ക് പതുങ്ങുന്ന ദയയെ നോക്കി സിദ്ധാർത്ഥ് വല്ലായ്മയോടെ പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവ കലങ്ങി ചുവന്നിരിക്കുന്നു. ഞാൻ മാപ്പ്. സിദ്ധാർത്ഥ് അവൾക്ക് മുൻപിൽ കൈകൾ കൂപ്പി. അവൻ്റെ വാക്കുകളിൽ ദയയുടെ ചൊടികൾ പുച്ഛത്തോടെ ചുളിഞ്ഞു. സ്വാതിയും അമ്മയും വരാനിരുന്നതാ, പക്ഷേ എന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട്. സിദ്ധാർത്ഥ് വാക്കുകൾ അർത്ഥോക്തിയിൽ നിർത്തി. അത് വളരെ നന്നായി. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ധൈര്യത്തിൽ ദയയുടെ നാവ് ചലിച്ചു. ശ്രീറാമും സിദ്ധാർത്ഥും ഒരുപോലെ അവളെ അതിശയത്തോടെ നോക്കി. നീയും വരരുതായിരുന്നു. അവൾ വിദ്വേഷത്തോടെ തുറന്നടിച്ചു. സിദ്ധാർത്ഥ് ചലനമറ്റു നിന്നു. ദയ, ഞാൻ. ദുർഗ. അവൾ അവനെ തിരുത്തി. ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ സിദ്ധാർത്ഥ് നിന്നൊരുക്കി. ക്രൂരമായ ആത്മസംതൃപ്തിയോടെ ദയ അവനെ ഉറ്റുനോക്കി. പിന്നെ അകത്തേക്ക് കയറിപ്പോയി. സിദ്ധാർത്ഥും ശ്രീറാമും പരസ്പരം നോക്കി. നാളെ ഞങ്ങൾ മടങ്ങും. ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ. സിദ്ധാർത്ഥിൻ്റെ ചുമലിൽ തട്ടി ശ്രീറാമും പിന്തിരിഞ്ഞു നടന്നു. ഇടയ്ക്ക് ഒരു വേള നിന്ന് അവനെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ മന്ത്രിച്ചു. ആർക്ക് വേണ്ടി മാപ്പിരക്കാനായാലും ഇനി അവളെ തേടി വരരുത്. അമ്മയോടും സഹോദരിയോടും പറഞ്ഞേക്ക്. ഒപ്പം അഴികൾക്കുള്ളിലായ തൻ്റെ അച്ഛനോടും. നിങ്ങളിൽ നിന്ന് പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ കരുണയോ സ്നേഹമോ
അവൾക്കിനി വേണ്ടെന്ന് ഓർമ്മയിൽ വെച്ചോളൂ. എന്നെങ്കിലും ഈ വാക്കുകളും മറന്ന. ഈ നിമിഷം വരെ ഞാൻ കാണിച്ച മാന്യത പിന്നീട് ഒരിക്കലും എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ കാണില്ല. സിദ്ധാർത്ഥിൻ്റെ മറുപടിക്ക് കാതോർക്കാതെ അവൻ ഉമ്മറപ്പടികൾ കയറി അകത്തളത്തിലേക്ക് പ്രവേശിച്ചു. ചെയ്തു പോയ അപരാധങ്ങളിൽ നീറിപ്പുകയുന്ന മനസ്സുമായി സിദ്ധാർത്ഥ നാലുകെട്ടിൻ്റെ വെളിയിലേക്കും